വളപട്ടണത്ത് നിന്ന് വലിയൊരു മോഷണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വളപട്ടണത്തെ മന്നയിൽ താമസിക്കുന്ന KP അഷ്റഫിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഷ്റഫ് അരിക്കച്ചവടക്കാരനാണ്, ഹോൾസെയിലുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോടും പരിസരങ്ങളിലും പല സ്ഥലത്തും അദ്ദേഹത്തിന് അരിയുടെ ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്. ദൈനംദിനം നല്ല കളക്ഷൻ ഉണ്ടാവുന്നതാണ്. ബാങ്കിൽ അടയ്ക്കാനുള്ള 1 കോടി രൂപയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും അവരുടെ സ്വർണം 300 പവനും പോയിരിക്കുന്നു. ഏകദേശം അത് തന്നെ 1.5 കോടി രൂപയുടെ വില വരുന്നു സ്വർണത്തിന്. അതോടൊപ്പം തന്നെ ആ 1 കോടി രൂപ ബാങ്കിൽ അടയ്ക്കാൻ സൂക്ഷിച്ചു വെച്ചാണെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 19-ാം തീയതി ഇവർ മധുര, കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്ക് പോയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നു. വലിയൊരു വീടാണ് അദ്ദേഹത്തിൻ്റെത്. ആ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. അതിന് പരിസരത്ത് തന്നെ ഈ വീടിനോട് ചേർന്ന് അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചില ജോലിക്കാർ താമസിക്കുന്നുണ്ട്. 5-6 കാറ് കോമ്പൗണ്ടിൽ കിടക്കുന്ന കാണാം. അദ്ദേഹം ഈ 300 പവൻ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ സൂക്ഷിക്കുന്ന താക്കോലെടുത്താൽ ഈ സ്വർണം വെച്ചിരിക്കുന്ന ഒരു ലോക്കറുണ്ട്, ആ ലോക്കർ തുറക്കണം. ഏതായാലും ബെഡ്റൂം മുഴുവൻ പരിശോധിച്ചിരിക്കുന്നു. അവിടുന്ന് ഈ താക്കോലെടുത്തു, ലോക്കർ തുറന്നു. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 1 കോടി രൂപയും 300 പവനുമാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടുത്തെ റൂറൽ SP എല്ലാം വന്നിരിക്കുന്നു. കോഴിക്കോട് റൂറൽ SP സംഘവും പോലീസ് നായൊക്കെ രംഗത്തുണ്ട്. CCTV ദൃശ്യത്തിൽ 3 പേര് കയറുന്നത് കണ്ടു. പിന്നെ അകത്തുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. CCTV ദൃശ്യങ്ങളെല്ലാം മാറ്റി വച്ചിരിക്കുന്നു. വളരെ വിദഗ്ധമായിട്ട് അതെല്ലാം മാറ്റി ആളെ മനസ്സിലാകാത്ത പോലെ ദൃശ്യങ്ങൾ മാത്രം അവർ കയറിപ്പോകുന്നത്, മുഖം മൂടിയിട്ടുണ്ട്, കയറിപ്പോകുന്നത് മാത്രം കണ്ടു. വീടിൻ്റെ പിൻവശത്തെ ജനാല ഇളക്കിയിട്ടാണ് അത് കയറിയിരിക്കുന്നത്. ആ വീടിനടുത്ത് അവരുടെ തന്നെ ചില ജോലിക്കാരുണ്ടെങ്കിൽ അവരാരും ഈ വിവരം അറിഞ്ഞില്ല. ഏതായാലും ഇവർ കഴിഞ്ഞ ദിവസം 19-ാം തീയതി പോയി, 20-ാം തീയതി മോഷണം നടന്നു എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലാകുന്നത്. ഇപ്പം പോലീസ് അവിടെ വന്നിട്ടുണ്ട്, ഫിംഗർ പ്രിൻ്റ് ലഭിച്ചിട്ടുണ്ടാവണം. പക്ഷേ വിദഗ്ധമായി ചെയ്യുന്ന ഇവർ ഫിംഗർ പ്രിൻ്റിൽ പകരം ഫിംഗർ പ്രിൻ്റ് പതിയാതിരിക്കാൻ ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇവരെ ട്രാക്ക് ചെയ്ത് പോലീസിനായ റെയിൽവേ ട്രാക്കിൽ കൂടെ പോകുന്നത് കണ്ടു. ഇത് ആ വീടിനെ പറ്റി നല്ല പരിചയമുള്ള ആരോ ആണ് ഈ മോഷണം നടത്തിയെന്നാണ് ഒരു പ്രാഥമിക നിഗമനം വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം ലോക്കറിൻ്റെ കീ ബെഡ്റൂമിലുണ്ട്, ബെഡ്റൂം അലമാരയിൽ വച്ചിരിക്കുന്നു എന്നറിയാവുന്നവരാണ് അതെടുത്ത് ലോക്കർ തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കള്ളന്മാർക്ക് നമ്മളേലും കൂടുതൽ വീട്ടിൽ ഏത് ഭാഗത്ത് ഒളിച്ചു വെച്ചാലും താക്കോല് അവർ കണ്ടെടുക്കും. അവർക്ക് പൂട്ടിക്കിടക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാം. പ്രത്യേകിച്ച് ഒരു പ്രാഥമിക അന്വേഷണം ഇവർ നടത്തിയിട്ടുണ്ടാവും ഈ കള്ളന്മാരാരായാലും. അത് കൊണ്ട് വീട്ടിലെ ലോക്കർ ഉണ്ടാകാം എന്നും കരുതിയിട്ടുണ്ടാവും. വലിയ ബൃഹത്തായ ഒരു വീട് വെച്ചിട്ടുണ്ട്, 5-6 കാർ കോമ്പൗണ്ടിൽ കിടക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഒന്നും വെച്ചിട്ടില്ല. ഈ പണത്തിൻ്റെ സോഴ്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് ബാങ്കിൽ അടയ്ക്കേണ്ട പണമാണ്. ദേശം ഹോൾസെയിൽ വ്യാപാരിയായിട്ട് വലിയ തുക 1-2 കോടി രൂപയൊക്കെ ചിലപ്പം ബാങ്കിൽ ഡെയിലി അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് അതിന് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. 1 കോടി രൂപ അരി ഹോൾസെയിലുകാരന് പല കടകളുള്ള ആൾക്ക് 1 കോടി രൂപ തീർച്ചയായിട്ടും എപ്പോഴും കൈ കാണാം, ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അതിന് വലിയ പുതുമ തോന്നുന്നില്ല. പക്ഷെ 300 പവന് ഉണ്ടായിട്ട് അത് ലോക്കർ സേഫ് ആണെന്നാണ് ധരിച്ചിരിക്കുന്നത്. കാരണം വീട്ടിനകത്ത് തന്നെ ലോക്കറുണ്ട്, താക്കോല് വേറെ. പക്ഷെ ആ താക്കോല് കൂടെ കൊണ്ടുപോയത് ചിലപ്പം ലോക്കർ തുറക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഇത്രയും 300 പവനും 1 കോടി രൂപയും വെച്ചിരിക്കുന്ന ലോക്കറിൻ്റെ താക്കോല് ഏതായത് വേറെ അലമാരിക്കകത്ത് വെക്കുന്നത് അത് അത്ര ശരിയായില്ല. കാരണം കള്ളന്മാർക്ക് അതൊക്കെ അറിയാം. അവരിൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ
എല്ലാ ഏരിയയിലും തപ്പും. ചിലർ അടുക്കളയിൽ ഹൗസ് വൈഫ് ചിലപ്പം അതിൻ്റെ താക്കോലെടുത്ത അടുക്കളയിൽ അവർ മഞ്ഞപ്പൊടിയും മറ്റതും അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ടിന്നിനകത്ത് ഇട്ട് വെച്ച് അവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഇപ്പം പല കേസിനകത്ത് അത് വീട്ടുകാരറിഞ്ഞ് അവർക്ക് ബന്ധമുള്ളവർ അറിയാവുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കള്ളന്മാർക്ക് അവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണ് താക്കോൽ അവർ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് എവിടെ ഒളിച്ചു വെച്ചാലും, ബെഡിൻ്റെ അടിയിൽ ഒളിച്ചു വെച്ചാലോ, അല്ലെങ്കിൽ അടുക്കളയിൽ കൊണ്ട് സൂക്ഷിച്ചാലോ, അടുക്കളയിൽ അലമാരി വെച്ചാലോ, അല്ലെങ്കിൽ വീടിൻ്റെ മാറ്റിനടി വെച്ചാലോ ഒക്കെ അവർ സാധാരണഗതിയിൽ ഒരു തപ്പും. ഇവിടെയൊക്കെയാണ് മനുഷ്യൻ സാധാരണഗതിയിൽ വെക്കുന്നത് താക്കോല്. എന്തായാലും ആ താക്കോൽ അവിടെ നിന്നെടുത്ത് ലോക്കർ തുറന്നത് അവരെ ചുറ്റിപ്പറ്റിയ ബന്ധുക്കളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഇവരെ അറിയാവുന്നവരാണോന്ന് നിർബന്ധമില്ല. കാരണം ഈ വീടിൻ്റെ പരിസരത്ത് പല ചെറിയ ചെറിയ മോഷണങ്ങൾ നടന്നിരിക്കുന്നു അടുത്ത കാലത്ത്. അതും പോലീസ് പരിഗണനയിലെടുക്കണം. ഏതായാലും ആരെങ്കിലും അറിയാവുന്നവരാണോ ഇല്ലയോ എന്ന കാര്യം നോക്കട്ടെ. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ലഭിച്ച മണം കിട്ടിയ ആണോ പോലീസിനായ ട്രാക്കിൽ കൂടെ പോയതെങ്കിൽ തീർച്ചയായിട്ടും അത് കുറുവ സംഘം പോലെയുള്ള സംഘങ്ങൾ റെയിൽവേ ട്രാക്കിൽ കൂടെ വരുന്ന ട്രെയിനിൽ വന്ന് ട്രെയിനെ മോഷണം നടത്തിയിട്ട് ട്രെയിനിൽ തന്നെ മടങ്ങുന്ന സംഘങ്ങളുണ്ട്. അത് കുറുവ സംഘം പോലെയുള്ള സംഘങ്ങളാണ്. അവരെയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബന്ധുക്കൾ ആരെങ്കിലും ആണ് എങ്കിൽ സ്ഥിരമായിട്ട് ഇദ്ദേഹം ഇവിടെ പണം സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിയാവുന്നവരാകാൻ സാധ്യതയുണ്ട്. അത് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതാണ്. പക്ഷേ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ഫിംഗർ പ്രിൻ്റ് അവിടുത്തെ തുടച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആൾക്കാരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പിന്നെ ഗ്രില്ല് പൊളിച്ചിട്ടുണ്ട് പിൻവശത്ത്. അതൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയോട് കാണുന്ന ചില പ്രവൃത്തികളാണ്. ബന്ധുക്കളാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പ്രൊഫഷണലായിട്ട് ഈ രീതിയിൽ കുറ്റകൃത്യം നടത്തുന്നവരെ പ്രാഥമികമായിട്ട് തന്നെ നോക്കണം. 2-2.5 കോടി രൂപയുടെ സ്വത്താണ് പോയിരിക്കുന്നത്. ഗ്രേവ് ക്രൈമാണ്. ഏതായാലും SP പാർട്ടികളും എല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. എങ്കിലും ഇത് പ്രൊഫഷണൽ ആൾക്കാരാണെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യാൻ താമസിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം CCTV ദൃശ്യം കയറിപ്പോകുന്നത് മാത്രമേ, അല്ലെങ്കിൽ മതിൽ ചാടിപ്പോകുന്നത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ ആ പരിസരങ്ങളിലൊക്കെയുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങളിലോട്ട് വരുമ്പം ഇത് പ്രൊഫഷണൽ ആണോ, അത് വീട്ടുകാരെ അറിയാവുന്നവരാരെങ്കിലും ആണോ എന്നൊക്കെ കൃത്യത പോലീസിന് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു.